തളിരങ്കുലി തൊടുമ്പോൾ. സിറിഞ്ചും ടെതസ്കോപ്പും മറ്റും പൊടിக்க தெரிஞ்ச இந்த கையாலே என்னை வீண மீட்ட வச்சது. மருந்தும் மெடிக்கல் டேம்ஸும் மட்டும் உருவிட தெரிஞ்ச இந்த நாக்கிலே 7 സ്വരങ്ങളെയും കുടിയിരിക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു, എന്റെ എല്ലാം എല്ലാം. ലാ 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 ലാ. പെറ്റൊരുണ്ണിയാത്തേൻ മാവിലാടും വേളയിൽ ഓരോർമ്മ മാത്രമായി താരാട്ടും തെന്നൽ തേങ്ങിയോ. തൈക്കുളിരിൽ പൂവിരിഞ്ഞു പൊങ്കലും പൊന്നോണവും. കൈത്തുടന്ന നീട്ടി നിന്റെ ഗാനതീർത്ഥമൊന്നിനായി കണ്ണീർ പാടം നീന്തുമ്പോ വന്നീല നീ കൂടെ. തമ്പൊരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. തമ്പൊരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. അങ്ങനെ രശ്മിയുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം ഒരു സുഖമില്ല, ജസ്റ്റ് ആവറേജ്, അത്രേ ഉള്ളൂ. ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ ലെവലിന് മുകളിൽ പോയില്ലാന്ന്. മണിയെണ്ണ വിളിച്ച് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അല്ല, നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും ആയാ പോരുന്ന്. ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വേണോ അപ്പാ ഒരു ഡിസ്റ്റിങ് ടോൺ? ഓഹോ, ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് മനസ്സിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഗ്രൻ. ഗിന്നസ് ബുക്കുകാരെങ്ങാനും കണ്ടാൽ അപ്പെടുത്ത് റെക്കോർഡ് ചേർക്കും. അതെന്നടാ അത്ര ഉഗ്രൻ? ഹായ്, രാജു വിശ്വം, ഗ്രാൻഡ് സൺ ഓഫ് ലേറ്റ് ബാരിസ്റ്റർ വിശ്വേശ്വര അയ്യർ, കോർഡിയലി ഇൻവൈറ്റ്സ്. അത് ശരി, അപ്പൊ എന്നോട് പേരില്ലേ? എന്നെ തഴഞ്ഞു. മുഴുവനും കേൾക്കപ്പാ. പറ പറ. Cordially invites the pleasure of your company with family and friends on the happy occasion of the long cherished marriage of my beloved father Dr. Balasubramaniam with Saubhagyavati Dr. Sri Lakshmi. അപ്പാ കല്യാണத்துக்கு പുള്ളയോட ഇൻവിറ്റേഷൻ. അത് നോവൽറ്റി കടയാതാ. നല്ല കിഴക്ക് വെച്ചെന്നാണല്ലോ. പയ്യൻ വന്ന അപ്പാവുടെ കല്യാണத்துக்கு ലെറ്റർ ഡ്രാഫ്റ്റ് പண்ற கடவுளே. அப்பா ஒரு டவுட். அதென்ன திடீர்னு ஒரு டவுட்? அம்மாவை பொண்ணு பார்த்ததுக்கு அப்புறம் கல்யாணத்துக்கு முன்னாடி நீங்க அம்மாவுக்கு லவ் லெட்டர் ஒன்றும் போடலையா? சொல்லுப்பா ப்ளீஸ். போட்டேன்டா. ஆனா ലവ് ലെറ്റർ கிடையாது. പുലിയുടെ കണ്ണിലെങ്ങാനും പെട്ടാലോ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അതിൽ റൊമാൻറ്റിക് ഒരു വരി അങ്ങ് എഴുതി. എന്താ 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 എഴുതിയത്? ഉനക്കതൊന്നും തെരിയ വേണ്ട. ശരി പോട്ടെ. എന്നിട്ട് ഭദ്രമാ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 11ാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു. അതെന്താ കിട്ടാൻ വയ്യോ? കിട്ടലൊക്കെ സമയത്തിന് കിട്ടി. പിന്നെ എടാ, പ്രതിശ്രുത വരനാണെങ്കിലും കല്യാണத்துக்கு മുമ്പ് ഞാൻ പരപുരുഷനാണ്. അങ്ങനെയുള്ള ഒരാളുടെ ലെറ്റർ കൂടെ ടച്ച് പണ്ണക്കൂടാതെ. അതുതാൻ ശുചീന്ദ്രൻ വൈത്തിസ്വാമി മഠത്തോടെ സെറ്റപ്പ്. കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടെപ്പോഴെങ്കിലും അമ്മ അപ്പാവുക്ക് ലെറ്റർ പോട്ടതുണ്ടാ? അമ്മാവാ? ആമാ പ്ലീസ് സൊല്ലുപ്പാ. ഒരു വാട്ടി. എപ്പോ? എടാ അത് ഇങ്ങ വെച്ചല്ലടാ. പിന്നെ അപ്പ ഇരുന്നതുക്കപ്പുറം അമ്മാവെ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല.
അന്ന് അവൾ ഗർഭിണിയായിരുന്നു. ഞാൻ അന്ന് വെല്ലൂരിൽ MCHന് പഠിക്കുന്ന കാലം. ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ. അത് മതിയെന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി. എന്നുമുള്ള അവളുടെ കോലമൊഴി മറുനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും ഒരു പൂജാമുറി. വയ്യായികകൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു, സന്തോഷത്തോടെ. മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും. ആ കാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം വന്ന് അവതരിക്കുന്നത്. കാരിയറിലോ? ആമാ, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ അമ്മാവക്ക് ഒരാശ, ഒരു മസാല ദോശ സാപ്പിടണമെന്ന്. വയറ്റിൽ കിടക്കുന്ന നിന്നെ പോലൊരു തിരുമാലിയല്ലേ, തോന്നാതിരിക്കോ? പപ്പടത്തിനിടയിലായിട്ട് കാരിയറിൽ ഒരു കുറിപ്പ്. വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം. അയ്യോ പാവം. പാവം നീ കേക്ക്. രുക്മിണിയുടെ കാരിയർ വന്നാല് കൂട്ടുകാര്, പ്രത്യേകിച്ച് ഈ പെൺവർഗം, അതാദ്യം തുറന്നു നോക്കും. അവളുടെ വെജിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയിൽ. ആമാണ്ട, രുക്മിണിയുടെ പ്രേമകടിതം ചെന്ന് പെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യില്. കാഞ്ഞിരപ്പള്ളിക്കാരി നസ്രാണിച്ചിക്ക് കുരുമുളകിന്റെ എരിവാ നാക്കിന്. ഒന്നിന് പകരം 13 മസാല ദോശ വാങ്ങിച്ചിട്ടേ തല ഊരാൻ പറ്റിയുള്ളൂ. 12 അവറ്റകൾക്ക്, ഒന്ന് പാവൻ രുക്കുവിന്. പ്രസവം അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു. സീമന്തം, വളകാപ്പ് എല്ലാം സമ്മതിച്ചു. പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം. ഈ മാമൂലും ആചാരമൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ശഠിച്ചു.